ഗുണപരതയോടെ അഭിമുഖീകരിക്കാൻ കാതോലിക്കേറ്റിനാകണം. ഇവിടെയാണ് സകല സത്യത്തിലേക്കും വഴി നടത്തുന്ന വിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവവേദ്യമാകേണ്ടത്. കാതോലിക്ക് എന്ന സുറിയാനി പദമായാലും കാതോലിക് എന്ന ലത്തീൻ പദമായാലും ഉത്ഭവിക്കുന്നത് കാതോലു എന്ന ഗ്രീക്ക് പ്രയോഗത്തിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥമാകട്ടെ പൊതുവെന്നോ സാർവലൗകികമെന്നോ ഒക്കെ മലയാളത്തിൽ തർജ്ജമ ചെയ്യാവുന്നതാണ്. അന്ത്യോഖ്യയിലെ വിശുദ്ധ ഇഗ്നാത്തിയോസ് സ്മിർനാക്കാർക്ക് എഴുതിയ ലേഖനത്തിലാണ് ഈ പദം സഭയുടെ സ്വഭാവത്തിൻ്റെ വിശദീകരണമായി ആദ്യം ഉപയോഗിക്കുന്നത്. സഭയുടെ വിശ്വാസം സാർവലൗകികവും എന്നാൽ അതിൻ്റെ ഭൗതിക സ്വഭാവം പ്രാദേശികവുമാണ്. കാതോലിക്കോസ് എന്ന പദം ബഹുവചനവുമാണ്. അത് സാർവലൗകികത്തെ കുറെ കൂടെ ശക്തമാക്കുന്നുണ്ട്. ഓരോ പ്രദേശത്തെയും ഒന്നിലേക്ക് കൊണ്ടുവരിക എന്നല്ല, ഒന്നിനെ എല്ലാ ദേശങ്ങളിലേക്കും തർജ്ജമ ചെയ്യുക എന്നതാണ് ഇതിൻ്റെ താല്പര്യം. മലങ്കര സഭയുടെ ആരാധനാ ദൈവശാസ്ത്ര പാരമ്പര്യങ്ങളുടെ ആത്മാവിനെ പരമ്പരാഗതമായ സാംസ്കാരിക ഭാവങ്ങളുടെ പുറന്തോടിൽ നിന്ന് വിമോചിപ്പിച്ച് അത് സുറിയാനിക്കാരുടെ 13-ാം നൂറ്റാണ്ടിലെ തുർക്കി സംസ്കാരത്തിൻ്റെയോ ലോക ദർശനത്തിൻ്റെയോ ആയാലും മലങ്കരയുടെ ദ്രാവിഡ ആര്യൻ സംസ്കാരങ്ങളുടേതായാലും 21-ാം നൂറ്റാണ്ടിലെയും അതിനപ്പുറത്തേക്കും കാലികമായ പ്രാദേശിക വിശ്വാസ സമൂഹത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് സന്നിവേശിപ്പിച്ച് അനുഭവവേദ്യവും ആവിഷ്കാരപരവുമാക്കുക എന്നതാണ് ആവശ്യമായിരിക്കുന്നത്. ഇപ്രകാരം ഏകവിശ്വാസത്തിൻ്റെ പ്രാദേശിക അനുഭവം സാധിക്കുന്നില്ല എങ്കിൽ ആചരിക്കുന്ന സമൂഹത്തിൽ വിശ്വാസം ശൂന്യതയിൽ നിൽക്കുകയും കാലഗതിയിൽ അപ്രസക്തമാവുകയും ചെയ്യും. ഓർത്തഡോക്സ് എന്നതിന് പാരമ്പര്യവാദം എന്ന നിലയിൽ ഇന്നലകളുടെ മുറുകെ പിടിക്കലായി കാണുന്നവരുണ്ട്. ഇതിന് അലക്സാന്ദ്രിയൻ ദൈവശാസ്ത്രം ഒരു തിരുത്തൽ നിർദ്ദേശിക്കുന്നുണ്ട്. പാരമ്പര്യം എന്നാൽ ഇന്നലകളുടെ അർത്ഥരഹിത ആവർത്തനമല്ല, മറിച്ച് ഇന്നലകളുടെ നന്മയുടെ പശ്ചാത്തലത്തിൽ നാളുകളെ ലക്ഷ്യമാക്കി ഇന്ന് ജീവിക്കുന്നതാണ്. ഇത് ഇന്ന് വാഴിക്കപ്പെടുന്ന പരിശുദ്ധ പിതാവിന് മറ്റൊരു വെല്ലുവിളിയാണ്. ഇന്നലെ വരെ ഇദ്ദേഹത്തിൻ്റെ മറ്റെല്ലാ പൊതു ചുമതലകളുണ്ടായിരുന്നാലും അദ്ദേഹം പ്രാഥമികമായി കണ്ടനാട് വെസ്റ്റ് ആരാധക സമൂഹത്തിൻ്റെ മെത്രാപ്പൊലീത്ത ആയിരുന്നു. അദ്ദേഹം ആ ചുമതല ഇനിയും തുടർന്നാൽ പോലും പേരുമാറ്റവും അതുമൂലമുള്ള വ്യക്തിത്വ പരിണാമവും സംഭവിച്ച് സഭയുടെ സാർവലൗകികതയുടെ പ്രതീകമായി തീരുകയാണ് ഉണ്ടാവുക. ലോകത്തിൻ്റെ ഏത് കോണിലുള്ളവർക്കും സംഗതമായി അദ്ദേഹം സംസാരിക്കുകയും ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്ത് വിശ്വാസത്തെ, നടപടികളെ, ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ, ആരാധനയെ ഒക്കെ തർജ്ജമ ചെയ്ത് സാർവലൗകികം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം പിതാവെ അങ്ങിൽ വന്നു ചേരുകയാണ്. ശ്രേഷ്ഠ പിതാവെ, ഇത് അങ്ങയുടെ നിയോഗമായി വെല്ലുവിളിയായി സ്വീകരിക്കുമെന്ന് ഞാൻ കരുതുന്നു. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത് പോലെ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അതിൻ്റെ പരാവർത്തനം പറഞ്ഞാൽ ഒരു മെത്രാപ്പൊലീത്ത കാതോലിക്കായാൽ അദ്ദേഹം പുതു സൃഷ്ടിയാകും. പുതിയൊരു വ്യക്തിത്വം, സാർവലൗകിക വ്യക്തിത്വം ഉൾക്കൊള്ളുന്ന, ഒരേ സമയം മലങ്കര സഭയുടെ സ്വാതന്ത്ര്യവും തനിമയും നിലനിർത്തുകയും അതേസമയം തന്നെ അതിൻ്റെയും പൊതുവെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയും കാലികത്വവും സാർവലൗകിക പ്രസക്തിയും നിലനിർത്തുകയും ചെയ്യുക. ഇത് ഭാരമേറിയൊരു നിയോഗമാണ്. തനിയെ ശ്രേഷ്ഠ പിതാവെ അങ്ങേക്ക് ഈ ഭാരം വഹിക്കാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ദൈവാശ്രയത്തോടൊപ്പം എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പാക്കാൻ അങ്ങേക്ക് സാധിക്കട്ടെ. അതിൽ വ്യക്തിപരമായി എൻ്റെയും എൻ്റെ ചുമതലയിലുള്ള ആട്ടിൻകൂട്ടത്തിൻ്റെയും പങ്കാളിത്തം ഞാൻ ഉറപ്പു നൽകുന്നു. ഈ സഭയിലെ എല്ലാ ഇടയന്മാരും വിശ്വാസ സമൂഹങ്ങളും ഈ പങ്കാളിത്തത്തിൽ അങ്ങയോടൊപ്പം ഉണ്ടാകും എന്ന് അങ്ങേക്ക് ലഭിച്ച തെരഞ്ഞെടുപ്പിലൂടെ വാഗ്ദാനമായി നൽകപ്പെട്ടിരിക്കുന്നു. ജോൺ ഓസ്ബോൺ രചിച്ച ലൂഥർ എന്ന നാടകത്തിൽ പോപ്പിനാൽ വിസ്തരിക്കപ്പെട്ട മാർട്ടിൻ ലൂഥർ "ഹിയർ ഐ സ്റ്റാൻഡ്, ഗോഡ് ഹെൽപ്പ് മീ" എന്ന് പറയുന്നത് പരാവൃത്തമായി ഞാൻ പറയട്ടെ,
Here your beatitude stand. God help your beatitude. ദൈവം നമ്മെ എല്ലാവരെയും തുണയ്ക്കട്ടെ, ഇന്നും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.